ഇലക്ഷനോടനുബന്ധിച്ച് പൊളിച്ചുമാറ്റിയ കലുങ്ക് പുനർനിർമ്മിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. വിമലഗിരി പാണ്ടിപ്പാറ റോഡിൽ ചാപ്പാസിറ്റിക്ക് സമീപമാണ് കലുങ്ക് പൊളിച്ചതോടെ റോഡ് അപകടാവസ്ഥയിലായത്. മഴ തുടരുന്നതോടുകൂടി മലവെള്ളപ്പാച്ചിലും അതിശക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമവികസന വകുപ്പിൽ നിന്നും അനുവദിച്ച 3.25 കോടിയോളം രൂപ മുടക്കിയാണ് മരിയാപുരം കാമാക്ഷി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 5 കിലോമീറ്ററോളം വരുന്ന വിമലഗിരി പാണ്ടിപ്പാറ റോഡ് നിർമ്മിക്കുന്നത്. 2023 നവംബർ 5-ന് നിർമ്മാണം തുടങ്ങി 2024 നവംബറിൽ പണി പൂർത്തീകരിക്കണമെന്നാണ് കരാർ. എന്നാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ചാപ്പാസിറ്റിക്ക് സമീപം ഉണ്ടായിരുന്ന കലുങ്ക് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പൊളിച്ചു മാറ്റിയെന്നും 2 മാസത്തിനുള്ളിൽ പുതിയ കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കരാറുകാരൻ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ 10-15 ദിവസമേ ഉള്ളൂ. സ്കൂൾ വണ്ടി വരേണ്ടതാണ്. പിള്ളേരെ അങ്ങനെ കൊണ്ടുവിടും. സ്കൂളുകളിൽ വിടാൻ പറ്റില്ല. സ്കൂൾ വണ്ടി ഒന്നും ഇരുന്നാൽ കടന്നു പോകാൻ ഒരു നിറകവുമില്ല. വലിയ വണ്ടി ഒന്നും പോകത്തില്ല. അന്നേരം ഇതിലെ നിന്ന് 3 സ്കൂളിൻ്റെ വണ്ടി എങ്ങാണ്ട് അതിലേ പോകുന്നത്. അത്രയും പോകുമ്പോൾ ഇനിയിപ്പോൾ പിള്ളേരുടെ പഠിത്തം, നാട്ടുകാർക്ക് ഇതെല്ലാം മൊത്തത്തിൽ പാലം പണിത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും അവസ്ഥ. വലിയ മലവെള്ളപ്പാച്ചിലുള്ള തോട്ടിൽ മറുകരയെത്താൻ കഴിയാതെ നാട്ടുകാർ വലയുകയാണ്. നിലവിൽ പൊളിച്ചു മാറ്റിയതിന്റെ ബാക്കി ഭാഗമുണ്ടെങ്കിലും അത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന തരത്തിലുമാണ്. ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾ ഏറെ ദുരിതമനുഭവിക്കേണ്ടിയും വരും. മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ 50 മീറ്ററിനു പകരം 20 കിലോമീറ്റർ ചുറ്റേണ്ട ഗതികേടിലാണ് ഇവിടെ. ആശുപത്രി കൊണ്ടുപോകാൻ, കുട്ടികളുടെ സ്കൂളിൽ പോകാൻ, അങ്ങനെ യാത്രാ സൗകര്യങ്ങൾ ഈ പറഞ്ഞ 100 കുടുംബക്കാർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരേ ഒരു വഴിയായിരുന്നു. അല്ലെങ്കിൽ 16-17 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം ഏകദേശം ഒരു 10-15 മീറ്റർ വ്യത്യാസമുള്ള ഈ റോഡിലേക്ക് ചാടാൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരമായി പ്രശ്നപരിഹാരമാണ് ആവശ്യം. മഴ ശക്തമാകുന്നതോടുകൂടി അതിശക്തമായ മലവെള്ളപ്പാച്ചിലിൽ സമീപത്തെ കൃഷിയിടവും നാശത്തിന്റെ വക്കിലാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.